എയർപോർട്ടിലേക്ക് മാർച്ച് നടത്താൻ പോയ സോളിഡാരിറ്റിയോടും SIOയോടും ഇനി വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമരക്കാരോടുമാണ്. സമരം പ്രതിഷേധമറിയിക്കാനാണ്, ഒപ്പം പിന്തുണയ്ക്കുന്നവരുടെ ഐക്യദാർഢ്യം ഉറപ്പാക്കാനും വേണ്ടിയാണ്. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളും അത്തരം കാര്യങ്ങളും രേഖപ്പെടുത്തുമ്പോൾ അതിന് എയർപോർട്ട് ലക്ഷ്യം വെക്കുന്നതും അത് വളയുന്നതും അത് തടയുന്നതുമൊന്നും ഒരു മാനുഷികവും കാലത്തിന് യോജിച്ചതുമായ ഒരു സംഗതിയല്ല. അതൊക്കെ വെറുതെ വാർത്തകൾ സൃഷ്ടിക്കാൻ, ഞങ്ങൾ ചെയ്തത് അവിടാണെന്ന് വരുത്താൻ വെറുതെ കാട്ടിക്കൂട്ടി ഉള്ള മനുഷ്യരെ കൂടി ഇതിന് ശത്രുക്കളാക്കി അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു കാർഡായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വഖഫ് പ്രതിഷേധത്തിന് സ്ഥാനമില്ല, വാഹനങ്ങൾ പിടിച്ചെടുക്കും. യഥാർത്ഥത്തിൽ പോലീസ് പറഞ്ഞ കുറിപ്പെന്താ? എയർപോർട്ട് ഉപരോധം നിയമാനുസൃതമല്ല, അതിന് അനുമതി നൽകിയിട്ടില്ല, അതിന് വന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ കാർഡ് വെച്ച് കേരളവും അങ്ങനെ ആകാൻ പോകുന്നു, ഇങ്ങനെ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവരവരുടെ മാനസിക രോഗം തീർക്കുന്നതിന് ദയവായി മലയാളികളെയും മനുഷ്യരെയും ഒരു സമൂഹത്തെയും ബലി കൊടുക്കരുത്. വിനീതമായൊരു അഭ്യർത്ഥനയാണത്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വഖഫ് ഭേദഗതി നിയമം പാസായി, ചട്ടമായി, അത് കോടതിയിൽ ചോദ്യം ചെയ്യുന്നു. ഈ പറയുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം അത് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും തിരിച്ചറിഞ്ഞു. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത, നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന NDA മുന്നണിയുടെ ഘടകകക്ഷി തന്നെ സുപ്രീം കോടതിയിൽ പോകാൻ പോകുന്നു. അതായത് പിന്തുണച്ചവർ തന്നെ സുപ്രീം കോടതിയിൽ പോകുന്നു. പിന്നെ കണ്ണടച്ച് പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞ ക്രൈസ്തവ സമുദായത്തിലെ ആ നിലപാടിനെതിരെ അതിലുള്ളവർ തന്നെ അത് ശരിയായതല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസും അതോടൊപ്പം തന്നെ DMKയും പിന്നെ RJDയും കേരളത്തിലെ CPMഉം അടക്കമുള്ളവർ പാർലമെന്റിൽ ഇതിനെ എതിർത്ത് സംസാരിച്ചു. പല ഘട്ടങ്ങളിലും കൊമ്പ് കോർത്തു. അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പൊതുസമൂഹത്തിലെ ഒരുപാട് മനുഷ്യർക്കും ഇതെല്ലാം നന്നായി അറിയാം. അപ്പൊ ചോദിക്കും, കുറച്ചുപേർ ഇതിനു വേണ്ടി അനുകൂലമായി പിന്തുണയ്ക്കുന്നതോ എന്ന്. അതിന് അവരുടേതായ കാരണങ്ങൾ എന്താണെന്നും എല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിന്റെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതിഷേധിക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങളോട് ജനങ്ങൾ ഐക്യദാർഢ്യപ്പെടുമോ, നിങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് ആവേശം വരുമോ, അതോ അവർക്ക് അരോചകമാവുമോ, പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടാവുമോ, പ്രയാസപ്പെടുത്തുമോ എന്നുള്ളത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതിനപ്പുറം തങ്ങൾ മിടുക്കരും കേമന്മാരുമാണെന്ന് വരുത്താൻ വേണ്ടി അതിന്റെ എല്ലാം നടുവിലേക്ക് ചെന്ന് അനാവശ്യമായ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് പോയി ദയവായി ആരും ലേബലും ബാനറും വ്യാജവാർത്തകളും സൃഷ്ടിക്കരുത്. നിങ്ങൾക്ക് രാജ്ഭവൻ മാർച്ച് നടത്താം, ആരൊക്കെയോ നടത്തുന്നുണ്ട്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഏതോ ദിവസം രാജ്ഭവൻ മാർച്ച് നടത്തുന്നു എന്ന് വാർത്ത കണ്ടു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം നടത്തുന്നു, മഹാസംഗമം എന്ന പേരിൽ ഒരു മൈതാനിയിൽ നടത്തുന്നു. അതുപോലെ നിങ്ങൾക്കും ഓഡിറ്റോറിയത്തിലോ ഹാളിലോ രാജ്ഭവനിലേക്കോ ഒക്കെ നടത്താം. എയർപോർട്ട് ഒരു സവിശേഷമായ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന മേഖലയാണ്. ആ സ്ഥലത്തേക്ക് വളരെ പൊടുന്നനെ തീരുമാനിച്ച് നിങ്ങൾ ആൾക്കൂട്ടവുമായി ചെന്ന് അവിടെ വരാനും പോകുന്നവരെയും ബുദ്ധിമുട്ടിലാക്കുന്നതുകൊണ്ട് എന്ത് സുഖവും സന്തോഷവും നേട്ടവുമാണുള്ളത്? അതൊക്കെ നമ്മൾ കുറച്ച് വമ്പന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടേക്ക് പൊയ്ക്കളയാം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ പുറത്ത് ചെയ്യാനായി തയ്യാറാകാത്തത്? ഇങ്ങനെയൊക്കെ ചെയ്ത് കേരളത്തിലെ സമൂഹത്തെ വീണ്ടും ഭിന്നിപ്പിച്ച് ഐക്യദാർഢ്യപ്പെടുന്നവരെ കൂടി ശത്രുക്കളാക്കി നിശബ്ദരായി കൂടുന്നിരിക്കുന്നവരെ കൂടി സംസാരിപ്പിച്ച് ദയവായി കായം കലക്കരുത്. നിങ്ങൾക്കൊരുപക്ഷെ ഒരു മഹാസംഗമം നടത്തിയാൽ എത്ര പേരെ കൂട്ടാൻ കഴിയുമെന്നുള്ള ആശങ്കയുണ്ടാവും. അതിനു പകരം കുറച്ചുപേരുമായി പോയി അവിടെ പോയൊരു പ്രശ്നമുണ്ടാക്കി അതിന്റെ പേരിൽ ഒരു അടിപിടി ഉണ്ടായി കുറെ യാത്രക്കാരും ബാക്കിയുള്ളവരും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആക്കുന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? അത്തരം സമരങ്ങളുടെ കാലം കഴിഞ്ഞു. അതിനെ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റു പല കാരണങ്ങളുമായി വരരുത്. വിവേകബുദ്ധിയും തിരിച്ചറിവും ഏത് പ്രതിഷേധത്തിനും സമരത്തിനും ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു കാർഡ് പ്രസിദ്ധീകരിക്കുന്നതിൽ പറയുന്നത് വഖഫ് പ്രതിഷേധം കേരളത്തിൽ വേണ്ട, വാഹനം പിടിച്ചെടുക്കും എന്ന് ആര് പറഞ്ഞു? പോലീസിന്റെ കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പ്രതിഷേധത്തിന് അനുമതിയില്ല, അതുകൊണ്ട് അതിന് വരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ്.
അതറിയിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ മറ്റേടത്ത് അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കി പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമൊക്കെ പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം നിങ്ങൾക്ക് പിന്തുണ തരുന്ന ഈ മതേതര കക്ഷികളെ കൂടി പ്രതിരോധത്തിലാക്കി അവരെ കൂടി ശത്രുക്കളാക്കുന്ന ഒരു നിലപാടിലേക്ക് ദയവായി പോകരുത്. വിവേകവും തിരിച്ചറിവുമുള്ളവർ ഉപദേശിക്കാൻ തയ്യാറാകണം. ഇത്തരം ചില കാര്യങ്ങൾ ഈ സമുദായത്തിൽപ്പെട്ടവർ പല ഘട്ടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഞാനത് എണ്ണി പറയുന്നില്ല. അതൊന്നും ഗുണപരമല്ല, അതൊന്നും ശരിയായതുമല്ല. അതിനെയൊന്നും സമൂഹവും സമുദായവും പിന്തുണയ്ക്കുകയും അരുത്. പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. കാലമറിഞ്ഞും ശരികൾ മനസ്സിലാക്കിയും സമൂഹത്തിന് ദോഷമുണ്ടാകാതെയും അനാവശ്യമായ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെയും അനാവശ്യമായ ആളുകളെ ശത്രുക്കളാക്കാതെയും അങ്ങനെയാണ് വേണ്ടത്.